അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു കൂട്ടര് മറ്റൊരു കൂട്ടരെക്കാൾ അധികമുള്ളവരും ശക്തരുമായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. മനുഷ്യ സമുദായം വെറും സന്മാർഗികൾ മാത്രമോ അതല്ലെങ്കിൽ ദുർമാർഗികൾ മാത്രമോ ആയ ഒരേ തരക്കാരായിരിക്കുവാനല്ല അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. സന്മാർഗികളും ദുർമാർഗികളുമായി ഇടകലർന്ന ഒരു സമുദായമായിരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. പിന്നീട് ഓരോ കൂട്ടരെ പറ്റി അവൻ ചോദ്യം ചെയ്ത് വേണ്ട നടപടി എടുത്തുകൊള്ളും. ഒരേ സമുദായമാക്കി തീർക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യവും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപിഴവലാക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യുമെന്ന് ഇതിനു മുമ്പ് പല ആയത്തുകളിലും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ മനുഷ്യന്മാരെ ഇടപെടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മോശക്കാരെ നല്ലവർ തകർത്ത് കളയുകയോ അതിൻ്റെ പേരിൽ വാഗ്ദത്ത ലംഘനം നടത്തുകയോ അങ്ങനത്തെ യാതൊരാവശ്യവും വരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരച്ചിലി വാർത്ത പോലെ മുഴുവൻ മനുഷ്യരെയും സൽക്കർമ്മികളാക്കാനോ ദുർമാർഗികളാക്കാനോ അള്ളാഹുവിന് സാധിക്കും. പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. ദുർമാർഗിക്ക് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും, സന്മാർഗിക്ക് അവൻ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അള്ളാഹു അവൻ്റെ തീരുമാനമനുസരിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും അള്ളാഹു സുബ്ഹാനഹു തആല നിർബന്ധിച്ച് ദുർമാർഗിയാക്കാനോ സന്മാർഗിയാക്കാനോ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് തത്വം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല സന്മാർഗികളുടെ കൂട്ടത്തിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.